എൻ്റെ സ്റ്റൈലിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന തോരൻ ഇതെന്നാന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് ചീരച്ചേമ്പ് അല്ലെങ്കിൽ ചേമ്പ് ചീര എന്ന് പറയുന്നത്. ഇതിന് പ്രഷർ ചീര, ഷുഗർ ചീര എന്നൊക്കെ പറയും. ഇതിൻ്റെ ഇലയാണ് ഇന്ന് നമ്മൾ കറി വെച്ചത്. ഇതിൻ്റെ ഇലയും തണ്ടും കറി വെക്കാൻ പറ്റും, ഒന്നിച്ച് കറി വെക്കാം. ഇപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ ഇല മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു 3 തണ്ടിൻ്റെ ഇളത്ത ഇലകൾ 3 എടുത്തിട്ടുണ്ട്. ഇത് ഈ തണ്ടും സെപ്പറേറ്റ് തോരൻ വെക്കാം, ഇല സെപ്പറേറ്റ് തോരൻ വെക്കാം, ഇലയും തണ്ടും കൂടെ തോരൻ വെക്കാം. എല്ലാത്തിനും വേറെ വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ നിൽക്കുന്നത് നമ്മൾ കൊഴുപ്പച്ചീര അല്ലെങ്കിൽ സാമ്പാർ ചീര എന്നൊക്കെ പറയുന്ന ചീരയാണ്. ഇതും തോരൻ വെക്കാനും നല്ലതാണ്. ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുത്ത 3 ഇലകളെ, ചീരച്ചെമ്മീൻ്റെ 3 ഇല. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ചേമ്പല എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ നാരും തണ്ടുമൊന്നും കളയണ്ട, കാരണം നമ്മൾ ഇതിൻ്റെ തണ്ടും ഇലയും കറി വെക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും വലിച്ചു കളയൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് തോരൻ വെക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കുത്തി കുത്തി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇവനെ അരിഞ്ഞെടുക്കണം. അങ്ങനെ അരിയുന്നത്. ഇങ്ങനെ ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ചേമ്പല നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇതിപ്പോൾ ഒരു ചെരുവൊന്നും നിറച്ചുകൊണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ എണ്ണ ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ച് ചൂടടിക്കുമ്പോൾ തന്നെ ഇത് പകുതിയായിട്ട് കുറയും വാടി വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇത് അപ്പോൾ കുറച്ചേ കാണത്തുള്ളൂ തോരൻ വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്കിത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം. ചീരത്തോരൻ വെക്കാനായിട്ട് തേങ്ങ പൊട്ടിച്ചപ്പോൾ അതിൽ നിറച്ച് പൊങ്ങ്. ഇനിയിപ്പോൾ അത് ഈ പൊങ്ങൊന്ന് എടുത്ത് തിന്നട്ടെ, അതിനുശേഷം നമുക്ക് കറി വെക്കാം. കണ്ടോ, പൊങ്ങ് പൊട്ടിപ്പോകാതെ എടുത്തു. ഇനി ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ടേസ്റ്റ്. ചീരത്തോരൻ അരയ്ക്കാൻ വേണ്ടി തേങ്ങ, കാന്താരി മുളക്, ഉള്ളി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ വേണം. മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കാം. ഇതിപ്പം തേങ്ങ ഇങ്ങനെ ചിരണ്ടിയപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്നു, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ തേങ്ങ ചെറുതായിട്ട് ചിരണ്ടിയതൊക്കെ ഇട്ടുവാണെങ്കിൽ തേങ്ങ ചിരണ്ടിയത്, ഉള്ളി അരിഞ്ഞത്, മുളക് അരിഞ്ഞത്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരയ്ക്കാതെ തോരൻ വെക്കാം കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് കണ്ടോ, ഞാൻ പകുതി തിന്നു കേട്ടോ, ബാക്കി പകുതി ഇവിടെ ഇരിപ്പുണ്ടേ. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം. കടുകെല്ലാം പൊട്ടി. ഇനി നമുക്ക് കുറച്ച് അരിയിടാം. അരിയെല്ലാം നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഏകദേശം ഒരു 3/4 ചട്ടിയോളം ഉണ്ട്. ഇനി നമുക്കിത് വാടിക്കഴിയുമ്പോൾ എന്തേലും ഉണ്ടെന്ന് നോക്കാം. ഇതുണ്ടോ, ചൂടടിച്ചപ്പോഴത്തേക്ക് ഇത് പകുതിയായി. ഇനി ഇത് വെന്ത് വരുമ്പം ഇതിലും കുറഞ്ഞു പോവേ.
ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഉപ്പ് വളരെ കുറച്ചേ ചേർക്കാവുള്ളേ. ഇല ആയതുകൊണ്ട് ഉപ്പ് പെട്ടെന്ന് പിടിക്കും. ഉപ്പ് കൂടിപ്പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അരപ്പൊന്ന് മൂടി വെച്ച്, ഇല കൊണ്ട് അരപ്പൊന്ന് മൂടി, ഇനി നമുക്ക് അടപ്പ് വെച്ച് ചട്ടി മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചെറുതീയിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചട്ടി മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. ഇത്ര നേരം വെക്കല്ലേ, ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണേ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിടാം. ഇതിനകത്ത് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഇതിപ്പോഴേ തേങ്ങ അരച്ച് ഇച്ചിരി കൂടിപ്പോയിനകത്ത് കേട്ടോ. തേങ്ങ പൊങ്ങു വന്ന തേങ്ങ ആയിരുന്നുകൊണ്ട് അത് ചിരണ്ടിയപ്പോഴത്തേക്ക് മുഴുവൻ ഇളകി വന്നത് മുഴുവൻ ഞാനങ്ങ് ചതച്ചെടുത്തു. അത്ര ആവശ്യമില്ല തേങ്ങ ഇച്ചിരി കുറച്ചിട്ടാൽ മതിയേ. തേങ്ങ കൂടുതലിട്ടാലും നല്ലതാണ്, വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇലയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ തേങ്ങ ഇച്ചിരി കുറച്ചിടണം. നമുക്ക് ഇത് ഒന്നുകൂടെ മൂടി വെക്കാവേ. അവിടെ ഇരിക്കട്ടെ. ഇച്ചിരി നേരം കൂടി കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കിയിടാം. അങ്ങനെ നമ്മുടെ തോരൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചീരച്ചേമ്പിൻ്റെ ഇലത്തോരൻ. തണ്ടവിടെ നിൽപ്പുണ്ട്. ആ തണ്ട് ഞാൻ നാളെ തോരൻ വെക്കും. ഇങ്ങനെ തന്നെ കേട്ടോ തണ്ടും തോരൻ വെക്കുന്നു. ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ചെറുതായിട്ട് ചിരണ്ടി എടുക്കുകയാണെങ്കിൽ അത് നേരിട്ടിടാം. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിടാം. അങ്ങനെ തോരൻ വെക്കാം. അല്ലെങ്കിൽ തേങ്ങയും ഉള്ളിയും മുളകും മഞ്ഞളും കൂടെ ചതച്ചെടുത്ത് അതിട്ട് ഇങ്ങനെ തോരൻ വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ചീരച്ചേമ്പിൻ്റെ ഇലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.